ഹായ്, നമസ്കാരം. അപ്പോ ഞാൻ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നയും വിവരം എന്ന് പറഞ്ഞാൽ അതിന്റെ നിറകുടമായ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിന്റെ കുറെ രീതിയാണ് നമുക്ക് പ്രത്യേകിച്ച് ഈ യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയയിലോട്ട് കയറി നോക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കക്ഷി. ഈ കക്ഷിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അവരെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ നാവ് തന്നെ നാറിപ്പോകും. അത്രയ്ക്ക് സംസ്കാരത്തിന്റെ പരമോന്നതമായ അങ്ങ് കേന്ദ്രത്തിൽ നിൽക്കുന്ന കക്ഷിയാണ്. ആരാന്നല്ലേ ഇപ്പൊ കാണിച്ചേ തുടക്കം. എന്റെ മക്കളെ പറയാ നോക്കും. അതായത് ഇദ്ദേഹത്തിന് ലോക മലയാളികൾക്ക് അറിയാം. അദ്ദേഹത്തിന്റെ മക്കളെ പറഞ്ഞാൽ നോവും കേട്ടോ. അദ്ദേഹത്തിന്റെ മക്കളെ ആരും പറയരുത്. കാരണം എവക്ക് ഈ ലോകത്തിലുള്ള സകല മലയാളികളെ ആരെ വേണമെങ്കിലും എടുത്തിട്ട് അങ്ങ് മഴുക. അവളെ മക്കളെ പറഞ്ഞാൽ അവക്ക് പുള്ളി വെക്കുക. ആഹാ, കൺട്രോൾ നിനക്ക് എപ്പോഴാണ് പോകാൻ വേണ്ടിട്ട് കൺട്രോൾ ഉള്ളത് സമയം എപ്പോഴെങ്കിലും ഉണ്ടോ താത്ത? പിന്നെ ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഈ താത്ത ഈ ഒരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ, ഇദ്ദേഹം കയറി എല്ലാവരെയും കയറി അങ്ങ് മെഴുകും. മെഴുകിയിട്ട് അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഇദ്ദേഹം വണ്ടി എടുക്കുന്നു, കുളത്തിക്കൊടുന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഒരു കാല് വയ്യ, ഈ വയ്യാത്ത സാധനമാണ്, വണ്ടി എടുക്കുന്നു, ഓരോരുത്തരെ സ്ഥലത്ത് പോകുന്നു, അവിടെ ഇട്ടൊക്കെ ഫേമസ് ആകാൻ നോക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു യൂട്യൂബറെ വീട്ടിന്റെ പരിസരത്ത് ചെന്നു. അവിടെ നടന്ന സംഭവം എന്താണെന്നറിയോ, ഭയങ്കര രസമാണ്. ചെന്ന് ഇദ്ദേഹത്തിന്റെ കലാപരിപാടി തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ലൈവ് പോയി. ഇദ്ദേഹം അവസാനം പോലീസ് വന്ന് കേസായി, പേടിച്ചു. പബ്ലിക്കായിട്ട് മൂത്രമൊഴിച്ചു ഈ താത്ത. അതായത് സുഹൃത്തുക്കളെ, ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ലോക മലയാളികളുടെ അധപ്പതനമാണ് എന്ന് മാത്രമേ ഞാൻ പറയൂ. കാരണം ഈ ഒരു സ്ത്രീ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ച ഒരു സ്ത്രീയാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞൊരു ലേഡിയാണ്. ഇത് ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് ഒരു വിഷയമില്ല. എന്നാൽ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആണ് ഇത്രയും മോശമായി സംസാരിച്ചിരുന്നതെങ്കിൽ അവരുടെ തല കാണത്തില്ല. ഇങ്ങനെയുള്ള ഈ വിഷവിത്തുകളെയാണ് നമ്മൾ മലയാളികൾ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവരുള്ള പോലെയുള്ള പരമ ചെറ്റകളുടെ ഓരോ വീഡിയോസും കയറി നോക്കിയാൽ അറിയാം, ഏറ്റവും കുറഞ്ഞ 100K പുറത്താണ് ഇവരുടെ സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കൂത്തിച്ചികൾ അഴിഞ്ഞാടുന്നത്. ഈ പറയുമ്പോൾ നമ്മുടെ നാക്ക് പോലും നാണിച്ചു. ഇത്രയും സംസ്കാരമില്ലാത്ത ഈ ഒരു അലവരാതിയെ, അതുപോലെ ഹിന്ദുമതത്തെയും ഇവിടെ അവഹേളിച്ചു. എന്നിട്ട് പോലും ഒരു മനുഷ്യനും ഇവളെ ഒരു രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. മുസ്ലിം സമുദായത്തെ ഇവളെ അടച്ചാക്ഷേപിച്ചു. എന്തേ, ഈ മുസ്ലിം സമുദായം ഇവിടെ ഇല്ലായിരുന്നോ? ഇത് ആരും കണ്ടില്ലായിരുന്നോ? എന്നിട്ട് എന്തേ ഇവളുടെ ഒരു രോമത്തിൽ തൊടാൻ പറ്റിയോ? എന്നാൽ ഒരു പുരുഷനോ അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണ് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ തല കാണത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള അലവലാദികൾക്ക് എവിടെയും എന്തും അഴിഞ്ഞാടാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഒരു ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ, യൂട്യൂബ്. അതുപോലെ യൂട്യൂബിൽ മാത്രമല്ല അതുപോലെ ക്ലബ് ഹൗസ്, ഇതിനകത്തെല്ലാം പൂണ്ട് വിളയാടുകയാണ്. ഇവിടെ നാവിൽ നിന്ന് വീഴുന്നത് പുഴുത്ത തെറിയല്ലാതെ ഇവിടെ വായിൽ നിന്നൊന്നും വീഴത്തില്ല. ഞാൻ ഈ വീഡിയോ കൂടുതൽ കേൾപ്പിക്കാത്തത് നമ്മുടേതായ ഒരു മാന്യതയും മര്യാദയും ഉള്ളത് കൊണ്ടാണ്. കാരണം ഇവളുടെ ഓരോ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവള് പറയുന്ന അപരാധം കേട്ടോ. ഹലോ ഗൈസ്
ഹലോ ഗൈസ്. കാരണം ഒരു കാലം മുടന്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്ന് ഗൈസ് പറയാനേ. വളരെ കൃത്യമാണ് പറഞ്ഞു. ഓ ഓഹോ, നിനക്ക് മതം മാത്രമല്ല കൊതം വേണമെങ്കിലും നീ വിട്ടോ. നടക്കത്തില്ല. സുഹൃത്തുക്കളെ, ഞാൻ എന്റേതായ അഭിപ്രായം പറയുമ്പോൾ എന്നെ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് വിഷം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇതുപോലെയുള്ള അലപരാധികളെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മളെപ്പോലെയുള്ള മലയാളികൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് നമ്മുടെ മലയാളികളുടെ ഒരു എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ മലയാളികളുടെ ഒരു അധപ്പതനമാണ് ഇതുപോലെയുള്ള കൂത്തിച്ചികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തോ ഒരു അഴിഞ്ഞാട്ടമാണ് കാണിക്കുന്നത്. നല്ല ഒന്നാന്തരം ഒരു പേരുമുണ്ട്, തെറിത്താത്ത മാത്രമല്ല, ലൈവിലൊന്ന് പെടുത്തും കാണിക്കും. കാരണം നിവൃത്തിയില്ല വന്നപ്പോ ആ പാവപ്പെട്ട അവൻ ലൈവായിട്ട് തന്നെ അങ്ങ് കാണിച്ചു, പബ്ലിക്കായിട്ട് റോഡിൽ നിന്ന് മൂത്രം ഒഴിച്ചു. അപ്പൊ ഇവളുടെയൊക്കെ സംസ്കാരം എത്രത്തോളം ഉണ്ട്. ഒരിക്കൽ അടൂര് ഒലിവിയുടെ വിഷയം വന്നപ്പോ കുറെ അതിലുള്ള പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് ഇപ്പം അവിടെ അങ്ങ് മലമറയ്ക്കും അങ്ങ് ഒലത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങ് പോയി. എന്നിട്ട് എന്തേ, അവള് ഒരു വെണ്ണാക്കുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവിടെ അന്ന് പറഞ്ഞു അവള് ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ ഇപ്പൊ വാങ്ങിച്ചു തരാന്ന് പറയും. അവരുടെ ഒരു രാമത്തി തൊടാനോ അവരുടെ ഒരു കൂട വഹിക്കാനോ ഈ മോക്ക് കഴിഞ്ഞില്ല. അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കൂത്തിച്ചേരുകളെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ അതേ ഭാഷ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ വളരെ മോശമല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, എത്രയോ നാളായിട്ട് നമ്മളൊക്കെ ഇത് കാണുന്നു. ഇനി കണ്ട സകല യൂട്യൂബ് ചാനലുകാരും എടുത്തിട്ട് മെഴുകിയിട്ടൊക്കെയാണ്. എന്നിട്ടും ഈ അഹങ്കാരത്തിനോ ഒന്നും ഒരു കുറവും വന്നിട്ടില്ല. കാരണം നിങ്ങളതൊന്ന് ആലോചിച്ചോളൂ, ഓരോ മതമെന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു വിശ്വാസങ്ങളാണ്. ആ വിശ്വാസത്തിൽ വന്നിട്ട് അതുപോലെ ശബരിമല ബാബരെ കുറിച്ച് വരെ ഇവള് വളരെ മോശമായിട്ട് പറഞ്ഞു. ചിലപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വികലാംഗ ആയതുകൊണ്ടായിരിക്കാം ഇവളെ ഇങ്ങനെയിട്ട് വാഴിക്കുന്നത്. ഇവളെ വാ തുറന്നു കഴിഞ്ഞാൽ ഇവളെ വായിൽ നിന്ന് വീഴുന്ന സംസാരം, അല്ലെങ്കിൽ അവളുടെ ആ ഒരു സംസ്കാരം എന്ന് പറയുന്നുണ്ടല്ലോ, ഇവക്കും മക്കളും കുടുംബവും ഒക്കെ ഉള്ളതാണ്. ഒരു മനുഷ്യൻ ഇത്രത്തോളം അധപ്പതിക്കാൻ പാടില്ല. ഒരല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പും വേണം. അവളെ കുടുംബത്തിൽ കയറി ചൊറിഞ്ഞപ്പോ അവക്ക് അങ്ങോട്ട് നൊന്തു. അവക്ക് ആരെ വേണമെങ്കിലും എടുത്തിട്ട് അങ്ങ് മെഴുകാം. സ്വന്തം അമ്മയും മക്കളെയും വരെ വേണമെങ്കിലും കൂട്ടിച്ചേർത്ത് അവർക്ക് വായിക്കാം, എന്ത് വേണമെങ്കിലും പറയാം. അവളെ മക്കളെയും ഭർത്താവിനെയൊക്കെ പറയുമ്പോ എന്റെ താത്തോ സമ്മതിക്കണം കേട്ടോ. കേട്ടോ, ഏത് ലൈവ് ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും കാണുന്നത് അത് തന്നെയാണ്. എന്റെ പൊന്നോ. അടുത്ത MD കുറിച്ച് പറഞ്ഞേക്കാണ്. ഹലോ MD വാസുദേവൻ. ഹലോ ഗൈസ്. വെരി വെരി ഡിഫറൻസ്. ഓഹോ, അയ്യോ അത് ശരി. ആഹാ, അയ്യോ കമന്റ് പറയണം. അയ്യോ നീ ഇഷ്ടപ്പെടണ്ട, നിന്റെ ആരാടി? നീ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ നിന്റെ ആരാണ്? നിന്റെ കൊച്ചപ്പനാണോ? ഓടി മറ്റേ മോളെ അവള് പിന്നെ നിന്നെ ഇഷ്ടപ്പെട്ട് നിന്റെ ഇഷ്ടം നോക്കാനിരിക്കുവല്ലേ. ഓ അയ്യോ, പിന്നെ നിന്റെ ആയുധം നിന്റെ നാവല്ലേ. നിന്റെ നാവെന്ന് പറയുന്നത് നിന്റെ എല്ലാ നെടുനീളത്തിലുള്ള നാവാണ് നിന്റെ ആയുധം. അതായത് ആരെയും കയറി ചീത്ത വിളിക്കാനുള്ള ലൈസൻസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലെ, പറട്ടെ. പറ്റിയിരുന്നു. അപ്പോ അല്പസ്വല്പ വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ വിവരം എന്ന് പറഞ്ഞത് അടുത്തൂടെ പോട്ടില്ല.
ഈ വിവരം വേണമെന്നുണ്ടെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും തുറക്കണമെന്നൊരു ചൊല്ലുണ്ട്. കാര്യം പാരമ്പര്യ ഗുണം എന്ന് പറയുന്നതേ അത് സത്യമായ ഒരു കാര്യമാണ്. ഇവക്ക് നഹിയും ഇവൾ അടുത്തുകൂടെ പോലും പോയിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതി എല്ലാവർക്കും സംസ്കാരം ഉണ്ടാവണമെന്നില്ല. മറ്റേ സീറോയിലാണ്. പിന്നെ നിനക്ക് ആരാണ് സീറോ അല്ലാത്തത്? ഉണ്ടെന്ന് പറഞ്ഞ ഷെഫീന എന്ന് പറഞ്ഞ നിന്നെ പോലെ ഒരുത്തി നീ മാത്രമേ ഉള്ളൂ. വിവരവും സംസ്കാരം വടിഞ്ഞു ഒഴുകുന്ന ഒരു അലവരാതിയാണ് നീ. അല്ലെങ്കിൽ ആ പാവപ്പെട്ട ആ പയ്യൻ ചെയ്ത ലൈവിന്റെ മുമ്പിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കേണ്ട തൊലിക്കെട്ടി നമ്മളെ കേരളത്തിൽ വേറെ ആർക്കും ഇല്ല പൊന്നു മോളെ നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. സമ്മതിച്ചിരിക്കുന്നു. അതുപോലെ എന്തിനാ പറയുന്നേ, നമ്മളെ തെറിത്താത്ത, അതായത് എവിടെ ചെന്നാലും ഒരു പേരുണ്ട് തെറിത്താത്ത. പറയുന്ന സാഹിത്യമൊക്കെ വിളമ്പിങ്ങോട്ട് വരുന്ന കണ്ടു കഴിഞ്ഞാണല്ലോ അച്ചോടാ. ഓ എനിക്ക് രോമാഞ്ചം വരണം, അങ്ങനെ വിളിക്കില്ല കേട്ടോ. ഹലോ ഗായ്സ്. ഓ ചാർജ് ഇടണോ? അപ്പൊ ചാർജ് ഇല്ല എനക്ക്. വയസ്സായില്ലേ, ഇത്രയൊക്കെ കാണും. എന്നാലും നാവിന് നീളാൻ കുറെ കിടപ്പുള്ളല്ലോ. അയ്യോ ചാർജിൽ ഇട്ട് കൊടുക്ക്. ചേച്ചിക്ക് പൊട്ടിയിരിക്കുകയാണ്, പെട്ടെന്ന് ചാർജ് ഇട്ട് കൊടുക്ക്. ഹായ് ട്രിവിയാസ്. പറ, വരട്ടെ വരട്ടെ വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കണം. ഓ ഡിസ്കറി. ആഹാ അത് ശരി. ആ മനസ്സിലായി, എല്ലാം മനസ്സിലായി. സത്യമായിട്ട് അതെന്താ വേണ്ടി ചവിട്ടി പറിക്കുന്ന കാര്യം പറ. ഓ ഓഹോ, അപ്പൊ കെട്ടിയവനാണോ അവിടെ സംസാരിക്കുന്നത്? ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്. ഓ എന്ത് പറഞ്ഞേ? എന്തോ? ഓ ആ മനസ്സിലായി മനസ്സിലായി. രോമാഞ്ചം വരുന്നത്. ആഹാ മാമണക്ക് മണമാള. ഓ ഇത് ഊളമ്പാറ അല്ല, നിനക്ക് ഒന്നാം തരം ഒരു വയറ് അടിച്ച് കയറ്റിട്ട്, കയറ്റുന്ന സ്ഥലം ഞാൻ പറയണ്ടായിരുന്നു, അതുവഴി അടിച്ച് കയറ്റിട്ട് നിനക്ക് ഒന്നാം തരം ഷോക്ക് തന്നൊരു 10 ദിവസം ഇട്ടേ ചിലപ്പോ ഒരു അസുഖം കുറച്ചൊക്കെ മാറിയെന്നിരിക്കും. നിന്റെ അസുഖം ഇതിലൊന്നും മാറത്തില്ലടി. കാര്യം ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അസുഖമാണ് കേട്ടോ. പാരമ്പര്യമായിട്ടേ കിട്ടിയ ഒരു അസുഖമാണ്. അതായത് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്തതിന്റെ കുറവാണ് ഈ കാണുന്നത്. ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ ഈ താത്ത ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും. ഹലോ ഗായ്സ്. ഇനിയിപ്പോ നാളെ താത്ത ഒരു കാര്യം ചെയ്യും. ലൈവ് മീഡിയ സുരേന്ദ്രനെതിരെ ലൈവ് വരും. അവൻ ആരാണ്? കുണ്ടനാണോ കിളവനാണോ? ഇവൻ എന്ത് വേണം? അവൻ എന്നെ കയറി ചൊറിയാമെന്നു. നാളെ ഇങ്ങനെ ഒരു ലൈവ് പ്രതീക്ഷിക്കാം. അപ്പോ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള നമ്മളെ മറ്റുള്ള താത്തമാരെ കാണണമെങ്കിൽ, ഇത്രയും വിവരവും വിദ്യാഭ്യാസവും സമ്പന്നതയുമുള്ള ഈ താത്ത ലൈവില് മൂത്രമൊഴിച്ചതൊക്കെ കാണണമെങ്കിൽ ലൈവിനകത്തോട്ട് വരിക. പിന്നെ ഇദ്ദേഹം മറ്റുള്ള താരങ്ങളെ കുറിച്ച് അങ്ങ് പുകഴ്ത്തുന്നതും കാണാം, നല്ല ഭാഷയിൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ആരും മറക്കണ്ട കണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം പിന്നെ നമ്മുടേതായ ഭാഷയിൽ 2 വാക്കുകൂടെ പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ? ഒന്നാമത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികളുടെ പരാജയമാണ് ഇതുപോലെയുള്ള കൂത്തിച്ചികൾ. ലോകം മലയാളികളുടെ പരാജയം. ഇവളെയൊക്കെ വളർത്തി വലുതാക്കുന്നതിൽ നമ്മളെപ്പോലുള്ള ഓരോരുത്തർക്കും ഉണ്ട് പങ്ക്. അത് ഇനിയെങ്കിലും ഇവളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാതെ
നല്ല നല്ല കണ്ടന്റ് എടുത്തിരിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. അവരുടെയൊക്കെ വീഡിയോ കാണുക. ഇവിടെ പോലെയുള്ള കഴിവറുടെ മക്കളെ ഒറ്റപ്പെടുത്തിയാൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാവും. ഈ റീച്ച് കുറയുമ്പോൾ അവൾ അടുത്ത തന്ത്രമായിട്ട് വരും. ഈ നമ്മളെപ്പോലുള്ള ജനങ്ങളുടെ ഈ ഇവിടെയൊക്കെ അഴിഞ്ഞാട്ടങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഇവൾ ദിവസം കഴിയുമ്പോൾ പച്ച പിടിച്ച് വരുന്നത്. ഇവളൊക്കെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നില്ല എന്ന് എല്ലാവരും മനസ്സുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ ഇവളുടെയൊക്കെ കുത്തിക്കഴപ്പ് കുറച്ചൊക്കെ മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഊളംപാറ കൊണ്ടുപോവുക, നല്ല ഈ കനമുള്ള വയർ അടിച്ചു കയറ്റുക, നല്ല ഒന്നാന്തര ഷോക്കം കൊടുക്കുക. 10 ദിവസം ഇവിടെ ഈ എന്തിക്കൂട് വൃത്തിക്കൂട് എന്ന് പറഞ്ഞ ആ നടക്കുന്ന കാലൊന്നും സ്വാധീനമില്ല. എന്നിട്ട് ഇവിടെ അഹങ്കാരമൊക്കെ അങ്ങനെയാണ്. എന്തിക്കൂട് വൃത്തിക്കൂട് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അപ്പൊ ഇനിയും നമ്മുടെ ഈ താത്തയുടെ ലൈവ് എല്ലാവരും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്നെ കൊണ്ട് അതേ പറയാൻ പറ്റും. അപ്പൊ ഇതൊരു പ്രൊമോഷനാണ്. ചിലപ്പോൾ ഇത് യാദൃശ്യമായിട്ട് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ, അതുകൊണ്ട് നമ്മുടെ താത്തയെ എല്ലാവരും വൻ വിജയത്തിലേക്ക്, ഇപ്പൊ എങ്ങനെ പോയാലും ശരി തന്നെ, ഓരോ ലൈവും വീഡിയോ ഒക്കെ വരുമ്പോഴും നല്ല റീച്ച് കയറി പോകുന്നുണ്ട്. 50K കുറയാത്ത ഒരു വീഡിയോസും ഇല്ല. അതിന്റെ കുത്തിക്കഴപ്പ് വിചാരിച്ചുകൊണ്ട് എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.